കൂൺഫ്രഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഫാമിംഗ് അല്ലെങ്കിൽ ഫാമിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫാം സെറ്റിംഗ് എങ്ങനെ ചെയ്യണമെന്നുള്ളതാണ്. നമ്മൾക്ക് രണ്ട് തരത്തിലാണ് ഫാം സെറ്റിംഗ് ചെയ്യാവുന്നത്. തുടക്കക്കാർക്ക് നമ്മൾ പറയുന്നത് എപ്പോഴും വളരെ ലോ കോസ്റ്റിൽ സിമ്പിളായിട്ടുള്ള ഒരു ഫാം സെറ്റ് ചെയ്യുക. അപ്പോൾ അതിന് നമ്മൾ ഒരു ചെറിയൊരു മേൽക്കൂരയും അതുപോലെ തന്നെ സൈഡിൽ മുഴുവനും നെറ്റായിട്ടുള്ള ഒരു ഫാമാണ് ചെയ്യുന്നത്. അതായത് ഈ കൂണിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. ആ കാർബൺ ഡൈ ഓക്സൈഡ് പോകുന്നതിനും കൂണിൻ്റെ ഗ്രോത്തിന് വേണ്ടത് ഓക്സിജനുമാണ്. ഓക്സിജൻ വരുന്നതിനുമുള്ള, അതായത് വായു കയറി ഇറങ്ങാനായിട്ടുള്ള സൗകര്യത്തോടു കൂടിയുള്ള ഒരു ഫാമാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു ഫാം സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ കുറച്ചുകൂടി പ്രോഗ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഹൈടെക് ആയിട്ടുള്ള ഒരു ഫാം സെറ്റ് ചെയ്യാം. ഹൈടെക് ഫാമിലാണിപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഹൈടെക് ഫാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എയർ ടൈറ്റ് ആയിരിക്കും. ഒരു വശത്ത് ഒരു എക്സോസ്റ്റ് ഫാനും മറുവശത്ത് ഒരു സെല്ലുലോസ് പാഡുമാണ് ഉള്ളത്. ആ പാഡിലൂടെ എപ്പോഴും നനഞ്ഞ എയറാണ് അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. കാരണം പാഡിലൂടെ എപ്പോഴും വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ എക്സോസ്റ്റ് ഫാനിന് ഇത് അകത്തുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞു എയർ ടൈറ്റ് ആണ് നമ്മളുടെ ഫാം എന്ന് പറയുന്നത്. അകത്തുള്ള എയറിനെ അടിച്ച് പുറത്തോട്ട് കളയും. അത് കാർബൺ ഡൈ ഓക്സൈഡാണ് പോകുന്നത്. ഈ നനഞ്ഞ നമ്മുടെ പാഡിലൂടെ നല്ല എയർ, ഹ്യൂമിഡിഫൈഡ് ആയിട്ടുള്ള എയർ, അതായത് ഈർപ്പാംശമുള്ള എയർ അകത്തേക്ക് കയറുന്നു. അപ്പോൾ കൂണിന് ഏറ്റവും വേണ്ടത് നല്ല ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചർ ഡൗണും ആണ് വേണ്ടത്. അത് നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നു. അതാണ് അഗ്രികൾച്ചറിലുള്ള ഫാൻ ആൻഡ് പാഡ് സിസ്റ്റത്തിലുള്ള ഹൈടെക് ഫാം. ഈ ഹൈടെക് ഫാം തന്നെ നമുക്ക് വളരെ വളരെ ലോ കോസ്റ്റിൽ നമുക്ക് നിർമ്മിക്കാം. അപ്പോൾ ലോ കോസ്റ്റ് ആയിട്ടുള്ള ഫാം സെറ്റിങ്ങിനും അതുപോലെ തന്നെ ഹൈടെക് ഫാം സെറ്റിങ്ങും നമ്മൾ നേരിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് കൂൺഫ്രഷുമായിട്ട് ബന്ധപ്പെടുക.